ഈ ഐസക് ജോർജിൻ്റെ ഹൃദയം അങ്കമാലി സ്വദേശിക്ക് മാറ്റിവെച്ച ആ പ്രക്രിയയെക്കുറിച്ച് കൂടി അങ്ങൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഐസക് ജോർജ് ഒരു അപകടത്തിൽ മരിച്ച ഒരു യുവാവാണ്. വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപകടമരണം എല്ലായ്പ്പോഴും നമ്മൾക്കറിയാം അപ്രതീക്ഷിതമാണ്. അപ്പോൾ നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ സമൂഹത്തിന് നൽകിയ നന്മയേക്കാൾ ഉപരി ഒരു നന്മ മരണത്തിന് ശേഷം നിർവഹിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് സാധിച്ചു. അതാണ് അങ്കമാലിയിലെ അജിന എലിയാസിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ തുടിക്കുന്നത്. അപ്പോൾ അങ്കമാലിക്ക് നമ്മളൊരു ഹൃദയം കൊടുത്തപ്പോൾ അങ്കമാലി തന്നെ ഞങ്ങൾക്കൊരു ഹൃദയം തിരിച്ചു തന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കോയിൻസിഡൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇവരുടെ എല്ലാവരുടെയും നമ്മളിതെല്ലാം സംസാരിക്കുമ്പോൾ ആത്യന്തികമായിട്ട് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷനും അഭിനന്ദനങ്ങളും നൽകേണ്ടത് ഈ അവയവം ദാനം ചെയ്ത കുടുംബത്തിലെ അംഗങ്ങൾക്കാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡോക്ടർ, ഈ തലവരെ വടകോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള കക്ഷിയാണ് ഈ ഐസക് ജോർജ്. ഇങ്ങനെ ഈ യഥാർത്ഥത്തിൽ ഈ വീട്ടുകാരൊക്കെ തീർച്ചയായിട്ടും അവർ പറയുന്നുണ്ടാകും, ഞങ്ങളുടെ ബന്ധുവിൻ്റെ ഹൃദയം ഇത്ര പേരിലുണ്ട്, അല്ലെങ്കിൽ അവരുടെ അവയവങ്ങളിലാണ് ഇത്ര ആൾക്കാർ ജീവിക്കുന്നതെന്നൊക്കെ പറയും. എന്നാൽ പോലും ഇവരെയൊക്കെ പിന്നീട് ഡോക്ടർ നേരിട്ട് കാണുമ്പോൾ ഇവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? കാരണം ഈ ധീരാ ദുഃഖം അവശേഷിപ്പിച്ചായിരിക്കുമല്ലോ ഈ അപകടത്തിൽ മരിച്ച ആൾ കടന്നു പോയിരിക്കുക. അതെ അതെ, പലപ്പോഴും നമ്മൾ പിന്നീട് അവയവം ദാനം ചെയ്ത വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ അവയവം സ്വീകരിച്ച പേഷ്യൻറ്റിനെ മരണത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള വ്യക്തികളെ കാണാൻ ഇവർ വരുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കപ്പെട്ട എബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാനായിട്ട് സുകുമാരൻ എന്ന ദാതാവിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാ വർഷവും ഓണത്തിനും ക്രിസ്മസിനും എല്ലാം എബ്രഹത്തിൻ്റെ കുടുംബം സന്ദർശിക്കുമായിരുന്നു. അപ്പം അതുപോലെ തന്നെ ആ അവയവം ദാനം ചെയ്തത് വഴി അവരുടെ സ്വന്തം വ്യക്തി മരണപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ചിന്തയും, അവർ നമ്മളോടൊപ്പം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു, നമ്മളെ അറിയുന്നു, നമ്മളവരെ കാണുന്നു എന്നുള്ള ചിന്തയും എല്ലാം വളരെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും അവരുടെ മരണത്തിൻ്റെ ശേഷക്രിയ പോലും ചെയ്യാനായിട്ട് കുടുംബാംഗങ്ങൾ താല്പര്യപ്പെടുന്നില്ല. കാരണം അവർ മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് കുടുംബാംഗങ്ങൾക്ക് താല്പര്യം. അതെല്ലാം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും ഞങ്ങൾ അതിനകത്ത് പറഞ്ഞോളൂ എസ്കേൻ. ഡോക്ടർ, ഇത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇതൊരു വൈകാരികമായ തലത്തിലേക്ക് മാറുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ള ഈ ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടായിട്ട് ഇവർക്ക് വിട്ടുമാറാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ, ഇതൊക്കെ ഡോക്ടറുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പലപ്പോഴും യെസ്, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കറിയാം അതിനകത്ത് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിൽ അവയവം ദാനം ചെയ്യുന്ന വ്യക്തിയും അവയവം സ്വീകരിക്കുന്ന വ്യക്തിയും തമ്മിൽ യാതൊരു രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് നിയമം അനുവദിക്കുന്നില്ല. ഇപ്പോൾ ഡോക്ടർമാർ തന്നെ ഒരു ഹൃദയം എടുക്കാനായിട്ടൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേര് പോലും ഡോക്ടർമാരെ ആ ദാനം ചെയ്യുന്ന ആശുപത്രി അറിയിക്കാറില്ല. അവരുടെ സെക്സും അവരുടെ ഏജും മാത്രമാണ് അവരുടെ ചാർട്ടിൽ അവർ രേഖപ്പെടുത്തുന്നത്. ബാക്കിയുള്ളതെല്ലാം അവിടെ നിന്ന് മാറ്റും. ഇങ്ങനെയുള്ള വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ തടയുക എന്നുള്ളതാണ് അത് പിന്നീട് വളരെ പൊസസീവായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകുവാനും അത് രണ്ട് കുടുംബങ്ങളെയും ബാധിക്കുവാനുള്ള സാധ്യത ഉള്ളത് കാരണം പാശ്ചാത്യ രാജ്യങ്ങൾ അത് നിയമപരമായിട്ട് അനുവദിക്കുന്നില്ല. പക്ഷേ നമ്മൾക്ക് അങ്ങനെ ഒരു നിയമം ഇവിടെ ഇത്രയും കാലമായിട്ടില്ല. ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള സ്നേഹവും ബന്ധവും എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെ എല്ലാം സമൂഹം അറിയുകയും അത് സമൂഹത്തിന് അവയവദാനത്തിന് എന്നുള്ള മഹത്തായ ഒരു അൾട്രൂയിസ്റ്റിക് ആക്ടിവിറ്റിക്ക് പ്രചരണം കൊടുക്കുവാനും അതുവഴി അവയവദാനം നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ട് സംഭവിക്കുവാനും ജീവനുകളെ രക്ഷപ്പെടുത്താനുമുള്ള സാഹചര്യം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻസിൻ്റെ അവർ തമ്മിലുള്ള ബന്ധങ്ങളുടെയും എല്ലാം ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ പ്രയോജനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു.